ഗൈരിഹി എന്ന് പറയുന്ന ആ ഹുക്കും നിർബന്ധിത സാഹചര്യത്തിൽ പ്രയാസം നേരിടുന്നവർക്ക് ചില കാര്യങ്ങൾ അനുവദിക്കപ്പെടുന്നു. സാധാരണ അനുവദിക്കപ്പെടാത്ത ആ അനുവദനീയമായ ഒരവസ്ഥ പ്രയാസം നേരിടുന്ന സമയത്ത് ആ പ്രയാസം അനുഭവിക്കുന്ന ആൾക്ക് ഇസ്ലാം അനുവദിക്കുന്നുണ്ട്. പക്ഷേ ആ അവസരം അന്ന് കണ്ടതുപോലെ ഇന്നും ജുമുഅ ഒഴിവാക്കുന്നതിന് ചെറിയ നിസ്സാരമായ വിഷയങ്ങൾ വരെ, ഇനി അതൊന്നും ഇല്ലെങ്കിലും ഒരു യാത്ര എന്ന് പറഞ്ഞു ഒക്കെ പോകുമ്പോഴും ഒഴിവാക്കുന്നത് നമ്മൾ കാണണം. അങ്ങനെ നല്ലതിൽ നിന്നൊക്കെ സമൂഹം അകന്നുകൊണ്ടേയിരിക്കുന്ന സാഹചര്യത്തിൽ ഇങ്ങനെ കാടും മലയും ഒക്കെ കടന്ന് ഈ ആൾക്കല്ല് മഹല്ലിൽ നടക്കുന്ന ദിക്റിന്റെ മജ്‌ലിസിൽ വന്നുകൂടാൻ ഈ പരിസര പ്രദേശങ്ങളിലുള്ളവർക്ക് തോന്നിയ മനസ്സാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അത് വലിയ തൗഫീഖാണ്. പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഓർമ്മപ്പെടുത്തുന്ന ഒരു ഭാഗമാണ് ഞാൻ ആദ്യമേ ഓർമ്മപ്പെടുത്തിയത്. വതആവനു അലൽ ബിർരി വത്തഖ്വ. നല്ല കാര്യങ്ങളിൽ കൂടാതെ തഖ്വ, പടച്ച റബ്ബിന്റെ അനുസരണയുടെ വിഷയത്തിൽ നിങ്ങൾ പരസ്പരം സഹായിക്കണം, പരസ്പരം സഹകരണങ്ങൾ കാണിക്കണം. ആൾക്കല്ല് പ്രദേശത്ത് ഇങ്ങനെ ഒരു മജ്‌ലിസ് സംഘടിപ്പിക്കുമ്പോൾ കുറഞ്ഞ അംഗങ്ങൾ മാത്രമേ അവിടെയുള്ളൂ. പരിമിതപ്പെട്ട സാഹചര്യത്തിൽ ഞങ്ങളുടെ കൂടെ സാന്നിധ്യം കൊണ്ടുവേണം ആ പരിപാടി അവിടെ വിജയിക്കാൻ എന്ന് കണ്ട പരിസരവാസികൾ ഇവിടെ വന്നു ചേരലിലൂടെ യഥാർത്ഥത്തിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ ആ കൽപ്പനയുടെ ഭാഗത്ത് വന്ന്, അല്ലെങ്കിൽ ആ പടച്ച റബ്ബിന്റെ നിർദ്ദേശം സ്വീകരിച്ച ലിസ്റ്റിൽ പെടുക. പൊതുവെ അങ്ങനെയല്ലല്ലോ. നല്ല കാര്യങ്ങൾ എങ്ങനെ സഹായിക്കുക എന്നോ ഉപദേശിക്കുക എന്നോ ഒന്നുമില്ല. വലാ തആവനു അലൽ ഇസ്മി വൽ ഉദ്വാൻ. നല്ലതല്ലാത്ത ഒരു കാര്യത്തിലും നിങ്ങൾ പരസ്പരം ഹെൽപ്പ് ചെയ്യരുത് എന്ന് പടച്ച റബ്ബ് ഖുർആനിലൂടെ പറഞ്ഞു. ഇത് നേരെ തിരിഞ്ഞ ഒരു അന്തരീക്ഷത്തിലാണ് നമ്മളൊക്കെ ജീവിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന ഒരു ഹദീസിൽ കാണാം, ലാ തഖൂമു സ്സാഅ, ഖിയാമത്ത് നാൾ ഉണ്ടാവില്ല. എത്രത്തോളം? ഹത്താ യമുറ റജുലു ബിഖബരി റജുലി യാ ലൈതനി മകാന. ഖബറിനരികിലൂടെ നടന്നു പോകുന്നവൻ ഖബറിന്റെ അരികിൽ എത്തുന്ന സമയത്ത് അവൻ പറയും, ഈ ഖബറിൽ കിടക്കുന്ന ഞാനായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കാതെ ലോകം അവസാനിക്കില്ല. ഞാനും ഇതുപോലെ ഖബറടക്കം ചെയ്യപ്പെട്ടിരുന്നു എങ്കിൽ എന്ന് ആഗ്രഹിക്കാതെ ലോകം അവസാനിക്കില്ല എന്നാണ് ഇമാമിങ്ങൾ വിശദീകരിക്കുന്നിടത്ത് കാണാം. എന്തേ കാരണമെന്ന് വെച്ചാൽ സമൂഹത്തിൽ അത്രത്തോളം തിന്മകൾ വ്യാപിക്കുന്ന ഒരു സാഹചര്യം, പ്രശ്നങ്ങളും പ്രതിസന്ധികളും വ്യാപകമാകുന്ന സാഹചര്യത്തിൽ ജീവിക്കാൻ ഇഷ്ടമില്ലാത്ത മനുഷ്യരായി ഭൂമി ലോകത്ത് ജീവിക്കുന്ന ആളുകൾ മാറാതെ ലോകം അവസാനിക്കില്ല. ലോകത്ത് വ്യാപിക്കുന്ന പ്രതിസന്ധികളെ കൊണ്ട് ഭയപ്പെടുകയും ആശങ്കപ്പെടുകയും നിർഭയത്വം നഷ്ടപ്പെടുകയും ചെയ്യുമ്പോൾ ഞാനും മരിച്ചു കിട്ടിയെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്ന ഒരവസ്ഥ ലോകത്ത് വരുന്ന വിധത്തിൽ ലോകമാകമാനം മലിനമാകുന്ന പ്രതിസന്ധിയിൽ അകപ്പെടുന്ന ഒരു സാഹചര്യം. യഥാർത്ഥത്തിൽ ആ ഒരു സാഹചര്യത്തിലാണ് നമ്മളുള്ളത്. മാത്രവുമല്ല, അവസാന കാലഘട്ടം എത്തുമ്പോഴേക്ക് കാര്യങ്ങളെല്ലാം നേരെ വിപരീത ദിശയിൽ ആയിത്തീരുന്ന ഒരു സാഹചര്യവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. സാധാരണ മാതാപിതാക്കളെ അനുസരിക്കേണ്ട മക്കൾ നേരെ തിരിച്ച് മക്കളെ മാതാപിതാക്കൾ അനുസരിക്കേണ്ട അവസ്ഥ. ഇങ്ങനെയൊക്കെയും സാഹചര്യങ്ങൾ നേരെ എതിരാകുന്ന പ്രകടനപരമായ അവസ്ഥയും നമ്മൾ അനുഭവിക്കുന്നവരാണ്. ഇങ്ങനെ ലോകം
ഏത് ഭാഗം ചിന്തിക്കുമ്പോഴും മനുഷ്യന് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് എത്തുമ്പോൾ അപ്പോഴാണ് ലോകം അവസാനിക്കുക. അങ്ങനെ ഒരു സാഹചര്യത്തിൽ നിന്ന് ചിന്തിക്കുമ്പോഴും ഇവിടെ നിന്ന് 6-7 കിലോമീറ്റർ അപ്പുറത്തുള്ള ഉടുമ്പന്നൂർ പ്രദേശത്ത് നിന്ന് ഇവിടെ വന്ന് ഇങ്ങനെ ഒരു വഅദിന്റെ സദസ്സിൽ പങ്കെടുക്കാനുള്ള ഒരു മാനസികാവസ്ഥ, ഒരു മൈൻഡ്, ആ മൈൻഡാണ് പടച്ച റബ്ബ് തേടുന്നത്. അതാണ് റബ്ബ് പരിശോധിക്കുന്നത്. ഇങ്ങനെ ഒരു സഹായമോ അല്ലാഹുവിന്റെ വിഷയത്തിൽ ഇങ്ങനെ ഒരു ഹെൽപ്പ് ചെയ്യലോ, അതിനും വേണം വലിയ വിശാലമായ പടച്ച റബ്ബിന്റെ ഭാഗത്ത് നിന്നുള്ള തൗഫീഖ്. ഉദ്ഹിയത്ത് കർമ്മമൊക്കെ നമ്മളിലേക്ക് കടന്നു വരും. നമുക്കറിയാലോ, വലിയ പോത്തുകളെ വാങ്ങി ഓരോ മഹല്ലുകളിലും അറവ് നടത്തും. ഏറ്റവും വലിപ്പമുള്ള പോത്ത്, എണ്ണം കൂടുതലുള്ള നാടുകൾ ഇങ്ങനെയൊക്കെ നമുക്ക് കാണാം. പെരുമ്പാവൂർ പ്രദേശത്തൊക്കെ പോയി നോക്കി, പോത്തുകളുടെ എണ്ണങ്ങൾ പറയുമ്പോൾ 50, 60, 70, 100 അതിന്റെ അപ്പുറവും പോത്തുകളെ അറുത്ത് വിതരണം ചെയ്യുന്ന നാടുകളുണ്ട്. അപ്പോൾ തന്നെ നമുക്ക് കാണാം, ഉദ്ഹിയ്യത്തിന്റെ സമയമാകുമ്പോഴേക്ക് വലിയ പോത്തുകളുടെ മൂക്കുകയർ പിടിച്ചുകൊണ്ട് അതിനോടൊപ്പം സഞ്ചരിക്കുന്ന വീഡിയോകൾ നമ്മുടെ സോഷ്യൽ മീഡിയകളിലൂടെ വ്യാപിക്കാറുണ്ട്. അങ്ങനെ ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും ഒക്കെ കൂട്ടി എണ്ണം വർദ്ധിപ്പിച്ച് പോത്തുകളെ അറക്കുന്നത് കൊണ്ട് പടച്ച റബ്ബ് ലക്ഷ്യമാക്കുന്നത് എന്താണ്? ഞാൻ പറഞ്ഞു വരുന്നത് ശ്രദ്ധിക്കണേ. ഈ പോത്തുകളുടെ വലിപ്പം കൂടുന്നത് കൊണ്ട് പടച്ച റബ്ബിന്റെ സ്ഥാനത്തിന് വലിപ്പം കൂടാനൊന്നുമില്ല. പോത്തുകളുടെ എണ്ണം കൂടിയാൽ പടച്ച റബ്ബിന്റെ ദർജയ്ക്ക് എന്തെങ്കിലും ഉയർച്ച കൂടാനുമില്ല. പിന്നെ എന്താണ്? അല്ലാഹു പരിശുദ്ധ ഖുർആനിലൂടെ